നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ച ഘട്ടത്തിലാണ് കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത് അറിഞ്ഞതിന് ശേഷം അന്വേഷണ സംഘത്തിലെ SIT എന്ന് പറയുന്നത് ഉറക്കമുണർന്നിരിക്കുകയാണ്. കാരണം ഈ കേസ് ഡയറി എത്രയും പെട്ടെന്ന് ശരിയാക്കാനായിട്ട്. അതിനർത്ഥം കേസ് ഡയറി ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ ഇല്ല എന്നാണോ എന്ന് പലതരത്തിലുള്ള ചോദ്യവുമുണ്ട്. കേസ് ഡയറി മറ്റെവിടെയെങ്കിലും ആണോ എന്നും ചോദിക്കുന്നുണ്ട്. കേസ് ഡയറി AK സെന്ററിലാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. എന്തായാലും ഈ SIT ഉറക്കമുണർന്ന് ഇരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധന പോലും നടത്താതെ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ വ്യാഴാഴ്ച ഹാജരാക്കിയിരുന്നു. അന്നു തന്നെ കളക്ടർ അരുൺ K. വിജയന്റെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ കണ്ണൂർ ടൗൺ SHO എടുത്ത മൊഴി മതിയെന്നായിരുന്നു നേരത്തെയുള്ള നിലപാട്. നിർണായക തെളിവായ ഫോൺ ഫോറൻസിക് പരിശോധന നടത്താതെ കസ്റ്റഡിയിൽ വെക്കുന്നത് തെളിവ് നശിപ്പിക്കാനാണ് എന്ന ആരോപണവും ഉയർന്നിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീന്റെ ഭാര്യ K. മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് SITയുടെ കേസ് ഡയറി ഡിസംബർ 6-ന് ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ഒക്ടോബർ 15-ന് സംഭവിച്ച മരണത്തിൽ 10 ദിവസത്തിന് ശേഷമാണ് SITയെ നിയോഗിച്ചത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മൊഴിയെടുത്തതുപോലെ കേസിൽ പ്രതിയായ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ച ശേഷവുമാണ്. ദിവ്യയുടെയും ADMനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച TV പ്രശാന്തിന്റെയും ഫോൺ വിവരങ്ങൾ ഇപ്പോഴും ശേഖരിച്ചിട്ടില്ല എന്ന് വ്യക്തം. ഇതെല്ലാം ശേഖരിക്കുവാനുള്ള ഓട്ടത്തിലാണ് SIT. പരാതി കിട്ടിയോ മിണ്ടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇരിക്കുകയാണ് നടക്കമുള്ള ചോദ്യങ്ങളും ആരോപണങ്ങളും ഉയരുകയാണ്. TV പ്രശാന്ത് അവകാശപ്പെടുന്നത് പോലെ കൈക്കൂലി ആരോപണ പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന വിവരാവകാശ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളിതപ്പുകയാണ്. ചോദ്യത്തിൽ കൃത്യമായ കാലയളവ് പറയാതെ മറുപടി നൽകാനാവില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ ഇരിക്കൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി TNS ഖാദർ നൽകിയ ചോദ്യത്തിന് മറുപടി ലഭിച്ചത്. പ്രശാന്തിന്റെ പരാതിയിലെ തീയതി രേഖപ്പെടുത്തി വീണ്ടും അപേക്ഷ നൽകുമെന്നും ഖാദർ അറിയിച്ചിട്ടുണ്ട്. ഒരു തെറ്റുപറ്റി എന്ന ADM തന്നോട് പറഞ്ഞു എന്ന മൊഴിയിൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘം വീണ്ടും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയന്റെ മൊഴി കഴിഞ്ഞ ദിവസമാണ് എടുത്തത്. മൊഴിയുടെ പൂർണ്ണരൂപം പുറത്തു വന്നിട്ടില്ല എന്ന കളക്ടറുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമതും മൊഴി എടുത്തിട്ടുള്ളത്. എന്താണ് പറ്റിയ തെറ്റ് എന്ന ചോദ്യമാണ് ഉയർന്നത്. എന്താണ് പറ്റിയ തെറ്റ്, ഏത് സാഹചര്യത്തിലാണ് കളക്ടറെ കണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. കളക്ടറുടെ മൊഴി കെട്ടിച്ചമച്ചതാണ് എന്ന് ആരോപിച്ച നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്ത് എത്തിയിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ കളക്ടർ സർക്കാരിന് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ നവീൻ ബാബു തെറ്റ് സമ്മതിച്ചു എന്ന പരാമർശം ഇല്ലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നവീൻ ബാബുവിന്റെ ഏറ്റവും പുതിയ ദൃശ്യം, അതായത് നവീൻ ബാബു ഏറ്റവും അവസാനമായി എടുത്തിട്ടുള്ള ഒരുപക്ഷെ ദൃശ്യമായിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ മൊമന്റോ കൈമാറുന്ന ദൃശ്യമാണ്. ഈ ദിവ്യയുടെ ഈ വിമർശന പ്രസംഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാക്ക് നമുക്കറിയാം. മൊമന്റോ കൊടുക്കുന്ന സമയം ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല എന്ന് പറയുകയാണ്. അതിനുശേഷമാണ് മൊമന്റോ കളക്ടർ നവീൻ ബാബുവിന് കൈമാറുന്നത്. മൊമന്റോ നവീൻ ബാബുവിന് കളക്ടർ കൈമാറുമ്പോൾ ചുറ്റും അദ്ദേഹത്തിന് അവരുടെ പുറകിലായി തന്നെ അവിടെ ഉണ്ടായിരുന്ന ഏകദേശം ഒരു 30ഓളം ആളുകൾ തടിച്ചുകൂടുന്ന കാഴ്ചയും ഒക്കെ കാണാം. പക്ഷേ ആ ഒരു ഒറ്റ ഫോട്ടോയിൽ സന്തോഷവാനല്ലാതെ കാണുന്നത് നവീൻ ബാബു മാത്രമാണ്. നവീൻ ബാബുവിന്റെ മുഖത്ത് ആ സങ്കടം അത്രയും പ്രകടമായി തന്നെ കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ചിത്രം ഒരു ഒറ്റ നോട്ടത്തിൽ ഒന്ന് കണ്ടാൽ മാത്രം മതിയാകും. എന്തായാലും ഇപ്പോൾ ആ ചിത്രമൊക്കെ വൈറലാകുന്നുണ്ട്, അല്ലെങ്കിൽ ചർച്ചയാകുന്നുണ്ട്. അതിനുശേഷമാണ് കളക്ടറിന്റെ മുറിയിലേക്ക് നവീൻ ബാബു എത്തിയത് എന്ന കാര്യം വരുന്നുണ്ട്. കളക്ടറുടെ മൊഴിയിൽ അതിനുശേഷമാണ് നവീൻ ബാബു തനിക്ക് തെറ്റുപറ്റി എന്ന് കുറ്റസമ്മതം നടത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും ഒക്ടോബർ 22-നാണ് പോലീസ് കളക്ടറുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയത്. അന്ന് നൽകിയ വിവരങ്ങൾ തന്നെയാണ് കളക്ടർ ആവർത്തിക്കുന്നത് എന്ന് വ്യക്തം. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TK രത്നകുമാർ, ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടിയേരി എന്നിവർ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലെത്തിയാണ് കഴിഞ്ഞ ദിവസം രാത്രി മൊഴിയെടുത്തത്. TV പ്രശാന്തിന് പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് NOC ലഭിച്ചതുമായി ബന്ധപ്പെട്ട PP ദിവ്യ യോഗത്തിൽ പറഞ്ഞ അറിവ് മാത്രമാണ് തനിക്ക് ഉണ്ടായിരുന്നത് എന്ന് കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. നവീൻ ബാബുമായി നല്ല ബന്ധമാണ് എന്നും കളക്ടർ പറഞ്ഞു. ഇരുവരും തമ്മിൽ മാനസിക അടുപ്പമില്ലെന്നാണ് കളക്ടറേറ്റ് ജീവനക്കാരും നവീൻ ബാബുവിന്റെ കുടുംബവും വെളിപ്പെടുത്തിയിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണശേഷം അന്വേഷണത്തിൽ സംഭവിച്ച വീഴ്ചകൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കുടുംബം അക്കമിട്ട് വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നും കേസ് ഡയറി ഹാജരാക്കണമെന്നുമാണ് SITയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്.
10 ദിവസമാണ് ഇതിന് കോടതി അനുവദിച്ചിരിക്കുന്ന സമയം. കണ്ണൂരിലെ പെട്രോൾ പമ്പ് വിവാദത്തിലും ADM നവീൻ ബാബുവിന്റെ മരണത്തിലും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വരികയാണ്. നടപടി സ്വീകരിക്കുന്നതിനായി പരാതി സംസ്ഥാന സർക്കാരിന് കൈമാറിയതായി മന്ത്രി ലോക്സഭയിൽ അറിയിച്ചു. കോൺഗ്രസ് MP അടൂർ പ്രകാശിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം അറിയിച്ചത്. പമ്പുകളുടെ തെരഞ്ഞെടുപ്പും അത് റദ്ദാക്കലും എല്ലാം തീരുമാനിക്കുന്നത് പൊതുമേഖലാ എണ്ണ കമ്പനികളാണ്. അതിനാൽ തന്നെ വിവാദത്തിലായ പെട്രോൾ പമ്പിന്റെ അനുമതി സംബന്ധിച്ച് കേന്ദ്രം അന്വേഷണം നടത്തിയിട്ടില്ല എന്നും മന്ത്രി അറിയിച്ചു. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും കണ്ണും പൂട്ടി CPM സംസ്ഥാന സെക്രട്ടറി അത് തള്ളുകയായിരുന്നു. ഇതിനിടെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അരുൺ K. വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. ഒരു തെറ്റുപറ്റിയെന്ന് ADM തന്നോട് പറഞ്ഞ കളക്ടറുടെ മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത്.